വെറുതെ അല്ലോ രഘുവേട്ടാ. ഇവിടെ ആർക്കും കഴിക്കാൻ തോന്നാത്തോണ്ട് ആ പാത്രങ്ങളൊന്നും തുറന്നു നോക്കിയത് പോലുമില്ല. അതല്ലേ ഇനി വേസ്റ്റ് ആവുമല്ലേ? ഏയ്, പെട്ടെന്ന് തിരിച്ചു കൊടുത്തോണ്ട് വേസ്റ്റ് ഒന്നും ആവില്ല. കാറ്ററിംഗുകാരെ ഇത് പാവങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുകൊടുത്തോളൂ. അവിടെയുള്ളൊരു സദ്യ കഴിക്കട്ടെ. ആ, എങ്കിൽ നല്ലതാ. പാവങ്ങൾ കഴിക്കട്ടെ. അല്ല, രഘുവേട്ടൻ ഇങ്ങനെ അകത്തും പുറത്തുമില്ലാതെ നിൽക്കാൻ തന്നെയാണോ പ്ലാൻ? ചിരു ചേച്ചി രഘുവേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടല്ലോ മഞ്ചാടി, അവൾക്കൊന്ന് ഇങ്ങോട്ട് വന്നൂടെ? ഇതെവിടെ എത്തും രഘുവേട്ടാ? എവിടെയെങ്കിലും ഒരിടത്ത് മുട്ടി നിന്നല്ലേ പറ്റൂ മഞ്ചാടി. ഇത്രയും കാലം വളർത്തി വലുതാക്കിയൊരു മകനെ ഒറ്റ നിമിഷം കൊണ്ട് അമ്മ തള്ളി പറഞ്ഞത് കണ്ടില്ലേ? അതിലും വലുതൊന്നുമില്ലല്ലോ ഞാനീ അനുഭവിക്കുന്ന അവഗണന. നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വിനയൻ മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സുശീലയ്ക്ക് കൂട്ടുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് മോളെ. കാരണം അത് അവന്റെ ലക്ഷ്യങ്ങളെ ഓപ്പോസിറ്റായിട്ട് ബാധിക്കുന്നത് അവനറിയാം. പിന്നെ എന്തിനാ അങ്കിളെ ഇങ്ങനെ ഒരു ചടങ്ങിന് വന്നിട്ട് അവരീ കുഴപ്പമുണ്ടാക്കിയത്? പഞ്ചരത്നത്തിലെ ചടങ്ങ് അലങ്കോലപ്പെടുത്തുക എന്നുള്ളത് സുശീലയുടെ ജീവിത വ്രതമല്ലേ? ഒരു ചാൻസ് കിട്ടിയ അവള് വെറുതെ ഇരിക്കുമോ? ഇതൊക്കെ അയാൾക്കും അറിയാവുന്ന കാര്യമല്ലായിരുന്നോ? പിന്നെ എന്തിനാ അയാൾ അവരെയും ചുമന്നുകൊണ്ട് വന്നത്? അതെന്തായാലും അവനോട് ചോദിക്കും. ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ പിന്നെ അവന്റെ ഇങ്ങോട്ടുള്ള വഴിയും അടയ്ക്കും. അതൊക്കെ ഞാൻ അണ്ണനോട്ട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ ഓക്കെ അല്ലേ അങ്കിളെ? അങ്ങനെ ചോദിച്ചാല് അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ദ്രന്റെ കാര്യത്തില് പെട്ടെന്നത് കേട്ടപ്പോ ഒരു ഷോക്ക് മാതിരിയായി. അത് സുശീല കാണിച്ച പുതിയൊരു അഹങ്കാരത്തിന്റെ ഭാഗമാണെന്ന് തോന്നി. അണ്ണന്റെ മനസ്സിൽ തൽക്കാലം ഒന്ന് തണുത്തു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എപ്പോഴും ബാക്കിയല്ലേ. അമ്പിളി രഘുവിനോടൊന്നും മിണ്ടിയ ആ പ്രശ്നം അങ്ങ് തീരും. പക്ഷെ മിണ്ടില്ല. എന്റെ അങ്കിളെ, ഞാൻ മിണ്ടാത്തതും രഘുവേട്ടൻ വീട്ടിൽ കയറാതിരിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല. ഒന്നാമത് അദ്ദേഹത്തോട് ഈ വീട്ടിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചു കയറ്റിയാലേ ഇവിടെ കയറൂന്ന് ഒരാൾ തീരുമാനമെടുത്താ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ ചുമ്മാ അങ്ങനെ പറഞ്ഞൊന്നല്ല മോളെ. നീ അവനെ അംഗീകരിക്കാതെ അവൻ എങ്ങനെ വീട്ടിൽ ജീവിക്കാൻ കഴിയും? അതുകൊണ്ടാണ് നീ വിളിക്കാതെ രഘുവിനെ ഈ വീട്ടിൽ കയറണ്ടെന്ന് തീരുമാനിച്ചത്. രഘുവേട്ടൻ എന്തിനാ അങ്കിളെ എന്റെ അംഗീകാരം? അദ്ദേഹം വലിയ ആളല്ലേ. കുറച്ചുപേർക്ക് ജോലി നൽകുന്ന ഒരു കമ്പനി നടത്തുന്നു. പാവങ്ങളെ കൈ അയഞ്ഞ് സഹായിക്കുന്നു. കുടുംബത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്നു. അങ്ങനെ ഒരു മഹാമനസ്കന് എന്നെപ്പോലൊരുത്തിയുടെ അംഗീകാരം എന്തിനാ? അങ്ങനെ പറയുന്നതിൽ പോലും ഒരു വഞ്ചനയുണ്ടെന്ന് എനിക്ക് തോന്നുന്നതങ്ങളെ. ഈ അമ്പിളി ചേച്ചിയുടെ കാര്യം, രഘുവേട്ടൻ എന്നെ ഹൃദയം കുത്തി തുറന്ന് കയ്യിലെടുത്തു വെച്ച് കാണിച്ചു തരേണ്ടി വരും അമ്പിളി ചേച്ചിക്ക്. അതൊന്നും വേണ്ടടി മോളെ. രഘുവേട്ടന്റെ ഓരോ ഹൃദയമിടിപ്പും എനിക്ക് മനസ്സിലാവും. അത് താളം തെറ്റുമ്പോഴാ എന്റെ മനസ്സിന്റെ താളവും പഴയ്ക്കുന്നത്. എല്ലാം ശരിയായെന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴും ചിലതൊക്കെ ശരിയാവാൻ ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം.